നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച സിന്തറ്റിക് ട്രാക്കിന്റെയും ഫുട്ബോൾ ടർഫിന്റെയും ഉദ്ഘാടനം നടന്നു. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ ഇൻഡിവിജ്വൽ വിദ്യാലയങ്ങളിൽ ഒന്നായി അത് വെള്ളിയായാലും വെങ്കലമായാലും ഒക്കെ തന്നെ സ്വർണമായാലും ഒക്കെ തന്നെ ആ പ്രകടനം ഏറെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ സിന്തറ്റിക് ട്രാക്ക് കൂടി ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി നമ്മുടെ കുട്ടികളുടെ പരിശീലനം അതിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക കായിക കേരളത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു പോകേണ്ടത്. ഈ പ്രദേശത്ത് തന്നെ കോമൺവെൽത്ത് താരം ആൻസി സാജൻ, PD അഞ്ജലി തുടങ്ങിയ കായിക താരങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ സംഭാവനയാണ് എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ വിദ്യാലയം ഒട്ടും പിന്നിലല്ല. എല്ലാ അർത്ഥത്തിലും മറ്റ് സർക്കാർ വിദ്യാലയങ്ങളെക്കാൾ ഈ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. ചടങ്ങിൽ നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം ആലോചിച്ച് എങ്ങനെയൊക്കെയാണ് ഈ ഗ്രൗണ്ടിനെ നമുക്ക് പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിൽ നടപ്പാക്കാൻ കഴിയുക എന്ന അടിസ്ഥാനത്തിൽ സിന്തറ്റിക് ഗ്രൗണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 2ാമത്തെ ഗ്രൗണ്ടാണ് നമ്മുടെ പ്രദേശത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ചില നമ്മുടെ സ്പോർട്സ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എന്നോട് പറയേണ്ടായി. ഇതിൻ്റെ വലിപ്പം, നീട്ടം, അതിലിട്ടിട്ടുള്ള അറ്റലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിനെ കുറിച്ചൊക്കെ വളരെയേറെ ചർച്ചകൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാനുണ്ട്. പൂർണ്ണമായി ഇതിൻ്റെ ഗ്രൗണ്ട് പൂർണ്ണമായി എന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും ഞാൻ ഇവിടുത്തെ എഞ്ചിനീയർ ഇപ്പോൾ നമ്മുടെ പൊണ്ട് അദ്ദേഹമായി ആലോചിച്ചപ്പോൾ ഇനിയും ചില വർക്കുകൾ നമ്മുടെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ചെയ്യണം എന്നാണ് എന്നോട് എഞ്ചിനീയർ പറയുന്നത്. മുൻ കലാകായിക താരങ്ങളെയും പരിശീലകരെയും ചടങ്ങിൽ ആദരിച്ചു. കായിക മേഖലയിൽ ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും അഭിമാനകരമായ കയ്യൊപ്പാണ് ഇതെന്നും പറഞ്ഞ് ചടങ്ങിൽ CC മുകുന്ദൻ MLAയെ മന്ത്രി അഭിനന്ദിച്ചു. തീരദേശ മേഖലയിലെ കലാകായിക താരങ്ങളുടെ വലിയ സ്വപ്നമാണ് നിറവേറിയത്. നിയോജക മണ്ഡലത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും കളിക്കളം പദ്ധതികൾക്കായി സർക്കാർ ഫണ്ട് അനുവദിക്കണമെന്നും MLA ചടങ്ങിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കേരള സർക്കാർ 2021-22 വർഷത്തിൽ MLAയുടെ നിരന്തര പരിശ്രമത്തിൽ 3 കോടി രൂപ അനുവദിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ കോർട്ടുമാണ് നാട്ടികയിൽ നിർമ്മിച്ചത്. തൃശൂർ ജില്ലയിലെ 2ാമത്തെ സിന്തറ്റിക് ട്രാക്കാണിത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, PM അഹമ്മദ്, റഹീം വീട്ടിപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, സ്കൂൾ PTA പ്രസിഡന്റ് UK ഗോപാലൻ, പ്രിൻസിപ്പൽ സ്മിത MS, പ്രധാനാധ്യാപിക ഷെരീഫ MH തുടങ്ങിയവർ സംസാരിച്ചു.